Hi students, we are going to study about planning. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് പ്ലാനിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ ചാപ്റ്റർ 2 പ്ലാനിങ്. എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ ചിന്തിക്കുക. അതിനെയാണ് എന്ത് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൂ ഈസ് ടു ഡു ഇറ്റ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻകൂട്ടി ചിന്തിക്കുക അല്ലേ? എന്താ ചെയ്യേണ്ടത്, എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ് തിങ്കിങ് ആൻഡ് മേക്കിംഗ് ഡിസിഷൻ റിലേറ്റിംഗ് ടു ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഇതിൽ റാഷണൽ ആൻഡ് ഓർഡർലി മേക്കിംഗ് അബൌട്ട് വേസ് ആൻഡ് മീൻസ് ഫോർ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള വഴികൾ എന്തൊക്കെയാണ്, അത് യുക്തിപൂർവം ഓർഡർലി ചിന്തിക്കുക, ആസൂത്രണം ചെയ്യുക. അതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഈസ് പ്രോസസ് വിച്ച് ഇൻവോൾവ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. പ്രവർത്തിക്കുന്നതിന് മുന്നേ ചിന്തിക്കുക, അതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻ ചെയ്യുക എന്നാൽ എന്താണ്? ആസൂത്രണം ചെയ്യുക. തിയോ ഹെയ്മാൻ പറയുന്ന ഡെഫിനിഷൻ എന്താന്ന് നോക്കിക്കേ. പ്ലാനിങ് ഈസ് ദി ഫങ്ഷൻ ദാറ്റ് ഡിറ്റർമിൻ ഇൻ അഡ്വാൻസ് വാട്ട് ഷുഡ് ബി ഡൺ. അതായത് നമ്മൾ മുൻകൂട്ടി ചിന്തിക്കുകയാണ് എന്താ ചെയ്യേണ്ടത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെലക്ടിങ് എന്റർപ്രൈസ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം തീരുമാനിക്കുക, നയം രൂപീകരിക്കുക, പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുക, പ്രൊസീജിയർ അറേഞ്ച് ചെയ്യുക, ഇനി അതുപോലെ തന്നെ മറ്റുള്ള മാർഗങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുക. എന്തിനാണ്? അച്ചീവിങ് ദീസ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിന് ആവശ്യമായ ഒബ്ജക്റ്റീവ്സ്, പോളിസി, പ്രോഗ്രാം ഇവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്നത്. സെലക്ടിങ് എന്റർപ്രൈസ് ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് സെലക്ട് ചെയ്യുക, അതിനാവശ്യമായ നയം രൂപീകരിക്കുക, അതിനാവശ്യമായ നടപടികൾ എടുക്കുക. ഇപ്രകാരം നമ്മുടെ ലക്ഷ്യം കൈവരിക്കുക. അപ്പോൾ ഡിറ്റർമിൻ ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി ചിന്തിക്കുക. ജയൻ ലുണ്ടി പറയുന്ന ഡെഫിനിഷൻ എന്താണ്? പ്ലാനിങ് ഈസ് ദി ഡിറ്റർമിനേഷൻ ഓഫ് വാട്ട് ഈസ് ടു ബി ഡൺ. മുൻകൂട്ടി ചിന്തിക്കുകയാണ് എന്താ ചെയ്യേണ്ടത്. ഹൂ ഈസ് ടു ഡു ഇറ്റ്, ആരാ അത് ചെയ്യേണ്ടത്. ഹൗ ദി റിസൾട്ട് ആർ ടു ബി ഇവാലുവേറ്റഡ്, എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ വിശകലനം ചെയ്യുന്നത്. ഇവയെല്ലാം മുൻകൂട്ടി ചിന്തിക്കുമ്പോൾ അതെന്താണ്? പ്ലാനിങ് എന്ന് പറയാം. മനസ്സിലായോ? നെക്സ്റ്റ്, നേച്ചർ ഓഫ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ്സാന്ന് പറയാം. വളരെ ബുദ്ധിപൂർവം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഏത്? പ്ലാനിങ്. പ്ലാനിങ് ഈസ് ഇൻ്റലക്ച്വൽ ഇൻ നേച്ചർ. ഇറ്റ് ഈസ് എ മെൻ്റൽ വർക്ക്. അത് മാനസികമായി ചെയ്യുന്ന ഒന്നാണ് അല്ലേ? ഇറ്റ് ഈസ് നോട്ട് എ മാനുവൽ വർക്ക്. നമുക്ക് മാനസികമായി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ് എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഈസ് എ ഗോൾ ഓറിയന്റഡ്, ലക്ഷ്യാത്മകമാണ്. പ്ലാനിങ് ഈസ് നോട്ട് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ഇത് അവസാനിക്കുന്നുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് മീൻസ് ടുവേർഡ്സ് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. അതായത് ലക്ഷ്യം നേടുന്നതിനുള്ള ഒരു മാർഗമാണ് എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. മീൻസ് ടുവേർഡ്സ് അച്ചീവ്മെന്റ് ഓഫ് ഗോൾ. നെക്സ്റ്റ് വൺ, പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ. വിതൗട്ട് പ്ലാനിങ് നോ അതർ ഫംഗ്ഷൻ ക്യാൻ ബി പെർഫോംഡ്. മറ്റുള്ള ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ സാധിക്കുമോ പ്ലാനിങ് ഇല്ല എങ്കിൽ? ഇല്ല, സാധിക്കില്ല. പ്ലാനിങ്ങിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ മറ്റുള്ള ഫങ്ഷനുകൾ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ, പ്ലാനിങ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് എഫിഷ്യൻസി ആൻഡ് എക്കോണമി. നമ്മുടെ പ്ലാനിങ് ഇൻവോൾവ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് വേരിയസ് റിസോഴ്സസ്. അതായത് ക്യാപിറ്റൽ, ലേബർ, മെഷീൻ, മെറ്റീരിയൽ എന്നിങ്ങനെയുള്ള എല്ലാ റിസോഴ്സസിനെയും പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്നതിന് പ്ലാനിങ് സഹായിക്കും. പ്ലാനിങ് ഇൻവോൾവ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് വേരിയസ് റിസോഴ്സസ്. ഉള്ള റിസോഴ്സസിനെ കാര്യക്ഷമതയോടുകൂടി പ്രയോജനപ്രദമാക്കുന്നതിന് പ്ലാനിങ് സഹായിക്കും. പ്ലാനിങ് റിക്വയർ ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ പ്ലാനിങ് എന്താണ്? അയവുള്ളതാണെന്ന് പറയാം. മാറ്റങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ മാറ്റം വരുത്താൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് പ്രോസസ് ഷുഡ് ബി അഡാപ്റ്റബിൾ ടു ചേഞ്ചിങ് ബിസിനസ് എൻവയോൺമെന്റ്. നമ്മുടെ ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റങ്ങളെ അംഗീകരിക്കുന്ന ഒന്നായിരിക്കണം നമ്മുടെ പ്ലാനിങ് പ്രവർത്തനം എന്ന് പറയുന്നത്. ഇഫ് പ്ലാനിങ് ഈസ് റിജിഡ് ഇറ്റ് വിൽ നോട്ട് ഏബിൾ ടു അച്ചീവ് ബിസിനസ് ഗോൾ. നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണെങ്കിൽ, സ്ഥിരമാണെങ്കിൽ നമുക്ക് ബിസിനസ് ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമോ? ഇല്ല.
അതുകൊണ്ട് പ്ലാനിങ് എപ്പോഴും എന്തായിരിക്കണം? ഫ്ലെക്സിബിൾ വൺ ആയിരിക്കണം. നെക്സ്റ്റ് വൺ, പ്ലാനിങ് ഈസ് റിലേറ്റഡ് ടു ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലക്ഷ്യവുമായി ബന്ധപ്പെട്ടതാണ്. എവരി പ്ലാൻ സ്പെസിഫൈ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ പ്ലാനിൽ എന്താണ് പറയുന്നത്? ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. ടു ബി അറ്റൈൻഡ് ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെ കുറിച്ച് പ്ലാനിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്ലാനിങ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഒബ്ജക്റ്റീവ്സുമായി ബന്ധപ്പെട്ടതാണ്. പ്ലാനിങ് ഈസ് പെർവസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ലെവൽ. എല്ലാ ലെവലുകളിലും ഇത് അപ്ലൈ ചെയ്യാന്ന്. പ്ലാനിങ് ഫംഗ്ഷൻ ഓഫ് ഈച്ച് ആൻഡ് എവരി മാനേജർ, എല്ലാവരുടെയും പ്രവർത്തനമാണിത്. ഇറസ്പെക്റ്റീവ് ഓഫ് ലെവലിൽ വ്യത്യാസമില്ല. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, എല്ലാ തലങ്ങളിലും പ്ലാനിങ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഏരിയ ഓഫ് ഹിസ് ഓപ്പറേഷൻ, അതായത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ലെവൽ, എല്ലാ ലെവലുകളിലും ഇത് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് പ്ലാനിങ് എന്ന് പറയുന്നത് പെർവസീവ് ആണെന്ന് പറയാം. ആപ്ലിക്കബിൾ ടു ഓൾ ലെവൽ. പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഈസ് നെവർ എൻഡിങ് ആക്ടിവിറ്റി. ഒരിക്കലും അവസാനിക്കുന്നില്ലാത്ത ഒരു പ്രവർത്തനമാണിത്. ഓൾ പ്ലാൻ ഹൗ ടു ബി റിവൈസ്. എല്ലാ പ്ലാനും എന്ത് ചെയ്യണം? നമുക്ക് റിവൈസ് ചെയ്യാന്ന്. ഓർ ന്യൂ പ്ലാൻസ് ഹൗ ടു ബി പ്രിപ്പയർഡ്. ഇപ്പോൾ ഉള്ള പ്ലാൻസിനെ റിവൈസ് ചെയ്തിട്ട് പുതിയ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാം. ആസ് അസംഷൻ ആൻഡ് ഇവന്റ് ചേഞ്ച്, നമ്മുടെ ഇവന്റ്സ് മാറ്റങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് പുതിയ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യണം. സോ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് പ്രോസസ്സാന്ന് പറയാം. നെക്സ്റ്റ് വൺ, പ്ലാനിങ് ഈസ് ഫോർവേഡ് ലുക്കിംഗ് ആണ്. ഓൾ പ്ലാനിങ് ഡൺ വിത്ത് ആൻ ഐ ഓൺ ദി ഫ്യൂച്ചർ. നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? ഭാവിയിലേക്കാണ്. പ്ലാനിങ് ഇൻവോൾവ് ആൻറ്റിസിപ്പേറ്റിംഗ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ഇവന്റ്സ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതാണ്, പ്രതീക്ഷിക്കുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഇൻവോൾവ് ചോയ്സ്. ഇറ്റ് ഈസ് എസെൻഷ്യലി ചൂസിങ് എമംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഒരുപാട് പ്രവർത്തനങ്ങളിൽ നിന്ന് ഒന്നിനെ ചൂസ് ചെയ്യുന്നതാണ് എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്ലാനിങ് ഇൻവോൾവ് ചോയ്സ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, പ്ലാനിങ് ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്. പ്ലാനിങ് എന്താണ്? ഇൻ്റഗ്രേറ്റഡ് പ്രോസസ് ആണെന്ന് പറയാം. പ്ലാനിങ് ഈസ് എ സ്ട്രക്ചേർഡ് പ്രോസസ്. പ്ലാനിങ് എന്താണ്? സ്ട്രക്ചേർഡ് പ്രോസസ് ആണെന്ന് പറയാം. ഡിഫറെൻറ്റ് പ്ലാൻസ് ആർ ഇന്റർ ഡിപ്പെൻഡ് ആൻഡ് ഇന്റർ റിലേറ്റഡ്. ഓരോ പ്ലാനുകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, പരസ്പര ബന്ധിതമാണ്. അതുകൊണ്ട് പ്ലാനിങ് എന്ന് പറയുന്നത് കൂട്ടിയിണക്കുന്ന പ്രവർത്തനമാണ്, ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്സാന്ന് പറയാം. അപ്പോൾ നമ്മുടെ പ്ലാനിങ്ങിൽ ചോയ്സ് വരുന്നുണ്ട്. പ്ലാനിങ് എന്താണ്? സ്ട്രക്ചേർഡ് പ്രോസസ്സാണ്. പ്ലാനിങ് ഇന്റർ ഡിപ്പെൻഡ് ആണ്, ഇന്റർ റിലേറ്റഡ് ആണെന്ന് പറയാം. നെക്സ്റ്റ്, പ്ലാനിങ് ഈസ് ബേസ്ഡ് ഓൺ പ്ലാനിങ് പ്രമിസസ്. നമ്മുടെ മാനേജറിയൽ പ്ലാൻസ് ആർ ബേസ്ഡ് ഓൺ സെർട്ടൈൻ അസംഷൻസ്. നമ്മുടെ പ്ലാൻസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സം അസംഷൻ, ചില സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്ലാൻ നടത്തുന്നത്. These basic assumptions are known as planning premises. ഈ അസംഷനെ പറയുന്നത് എന്താണ്? പ്ലാനിങ് പ്രമിസസ് എന്ന് പറയാം. മാനേജറിയൽ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നത് സെർട്ടൈൻ അസംഷന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ അസംഷനെ പ്ലാനിങ് പ്രമിസസ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ പ്ലാൻസ് ബിൽട്ടപ്പ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് പ്രമിസസ് ഓർ അസംഷൻസ്. പ്രമിസസ് ഓർ അസംഷന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? നെക്സ്റ്റ് ഹെഡിങ്, ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. എന്താണ് പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം? എന്താണ്? അതായത് നമ്മുടെ മറ്റുള്ള ഫങ്ഷനുകൾ വച്ച് നോക്കുമ്പോൾ പ്ലാനിങ് കൺസിഡർഡ് ടു ബി മോസ്റ്റ് ബേസിക് ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ ഏതാണ്? നമ്മുടെ പ്ലാനിങ് ആണ്. ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദി സക്സസ് ഓഫ് എനി മാനേജറിയൽ ആക്ടിവിറ്റി. ഏതൊരു മാനേജറിയൽ പ്രവർത്തനം ചെയ്യുമ്പോഴും നമ്മുടെ ഈ പ്ലാനിങ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അതിൻ്റെ വിജയത്തിന് പ്ലാനിങ് നെസസറി. ഫസ്റ്റ് വൺ, ഫോക്കസ് അറ്റൻഷൻ ഓൺ ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് ഫോഴ്സ് മെമ്പേഴ്സ് ഓഫ് എന്റർപ്രൈസ് ടു വർക്ക് ഹാർഡ് ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഈ പ്ലാനിങ് എന്തിനാ സഹായിക്കുന്നത്? നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന്. നമ്മുടെ സ്ഥാപനത്തിലെ മെമ്പേഴ്സ് വർക്ക് ഹാർഡ്, കഠിനമായി ജോലി ചെയ്ത് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് പ്ലാനിങ് നെസസറി. ആസൂത്രണത്തിലൂടെയേ അത് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ, റെഡ്യൂസ് അൺസെർട്ടൈനിറ്റി. അനിശ്ചിതത്വം കുറയ്ക്കുന്നതിന്. പ്ലാനിങ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് അൺസെർട്ടൈനിറ്റീസ് ഓഫ് ഫ്യൂച്ചർ. അതായത് ഭാവിയിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വത്തെ കുറയ്ക്കുന്നതിന് നമ്മുടെ പ്ലാനിങ് നെസസറി, ആസ് ഇറ്റ് ഇൻവോൾവ് ആൻറ്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്.
അതായത് ഇതിലെന്താ വരുന്നത്, ഭാവിയിലെ സംഭവങ്ങളെ മുൻകൂട്ടി കണക്കാക്കുകയാണ് ചെയ്യുന്നത്, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ്, പ്രതീക്ഷിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭാവിയിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വം കുറയ്ക്കുന്നതിന് പ്ലാനിംഗ് സഹായിക്കും. നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് സെൻസ് ഓഫ് ഡയറക്ഷൻ. പ്ലാനിംഗ് ഡയറക്ട് ഹ്യൂമൻ എഫേർട്സ് ഇൻ ടു എൻഡവർ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദി അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഗോൾ. അതായത് നമുക്ക് നിർദ്ദേശം കൊടുക്കുന്നത് പ്ലാനിങ്ങിന്റെ സഹായത്താലേ പറ്റത്തുള്ളൂ. പ്ലാനിംഗ് ഡയറക്ട് ഹ്യൂമൻ എഫേർട്സ്, മനുഷ്യ പ്രയത്നങ്ങളെ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്ലാനിംഗ് നെസസറി ദാറ്റ് കോൺട്രിബ്യൂട്ട് അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഗോൾ. നമ്മുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഇത് സഹായിക്കും. ഇറ്റ് ഇംപ്രൂവ് കോമ്പറ്റിറ്റീവ് സ്ട്രെങ്ത്. പ്ലാനിംഗ് ഇൻവോൾവ് എക്സ്പാൻഷൻ ഓഫ് കപ്പാസിറ്റി, ചേഞ്ചസ് ഇൻ വർക്ക് മെത്തേഡ്, ചേഞ്ചസ് ഇൻ ക്വാളിറ്റി എക്സെട്ര. പ്ലാനിംഗ് എന്തിനാ സഹായിക്കുന്നത്? കോമ്പറ്റിറ്റീവ് സ്ട്രെങ്ത്, നമ്മുടെ സ്ഥാപനത്തിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. അതായത് എക്സ്പാൻഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. ചേഞ്ചസ് ഇൻ വർക്ക് മെത്തേഡ് മാറ്റം വരുത്തുന്നതിന്, നമ്മുടെ ജോലി ചെയ്യുന്ന രീതികളുണ്ടല്ലോ അതിൽ മാറ്റം വരുത്തുന്നതിന്, അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ മാറ്റം വരുത്തുന്നതിന് എല്ലാം സഹായിക്കുന്നത് എന്താണ്? പ്ലാനിംഗ് ആണ്. നെക്സ്റ്റ്, ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ. പ്ലാനിംഗ് എന്തിനാ സഹായിക്കുന്നത്? സഹകരണം ഉളവാക്കുന്നു. ആൻഡ് ഓവറോൾ പ്ലാൻ ഹെൽപ്സ് ടു കോർഡിനേറ്റ് ആക്ടിവിറ്റി. എല്ലാ പ്രവർത്തനങ്ങളെയും സഹകരിപ്പിക്കുന്നതിന് ആര് സഹായിക്കും? നമ്മുടെ പ്ലാൻ സഹായിക്കും. ആൻഡ് എഫേർട്സ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഡിവിഷൻ. വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിൽപ്പെട്ട, ഡിവിഷനുകളിൽപ്പെട്ട ആളുകളുടെ പ്രവർത്തനങ്ങളെ ഒരുമിപ്പിക്കുന്നതിന്, സഹകരിപ്പിക്കുന്നതിന് പ്ലാൻ സഹായിക്കും. നെക്സ്റ്റ് വൺ എന്താണ്? ഗൈഡ് ഡിസിഷൻ മേക്കിംഗ്. തീരുമാനമെടുക്കുന്നതിനൊരു വഴികാട്ടിയാണ് ഏത്? പ്ലാൻ എന്ന് പറയുന്നത്. ബൈ പ്രഡിക്റ്റിംഗ് ഫ്യൂച്ചർ, ഭാവിയിൽ പ്രഡിക്റ്റ് ചെയ്യുക. പ്ലാനിങ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഫ്യൂച്ചർ ഓറിയന്റഡ് ഡിസിഷൻ. നമ്മൾ പ്ലാൻ സഹായിക്കുന്നത് എന്താണ്? ഭാവിയുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് പ്ലാനിംഗ് സഹായിക്കും. പ്ലാനിംഗ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഫ്യൂച്ചർ ഓറിയന്റഡ് ഡിസിഷൻ. നെക്സ്റ്റ്, പ്രൊവൈഡ് എ ബേസിസ് ഫോർ ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാര വികേന്ദ്രീകരണം. പ്ലാനിംഗ് ഹെൽപ്സ് ഇൻ ഡെലിഗേഷൻ അതോറിറ്റി ടു ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. പ്ലാനിംഗ് എന്തിനാ സഹായിക്കുന്നത്? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ടു ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. അധികാരം മാനേജ്മെന്റിന്റെ വ്യത്യസ്ത കീഴ്ത്തലത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് പ്ലാനിംഗ് സഹായിക്കും. അപ്പോൾ പ്ലാനിംഗ് പ്രൊവൈഡ് ഡീസെൻട്രലൈസേഷൻ. നെക്സ്റ്റ്, ഫെസിലിറ്റേറ്റ് കൺട്രോൾ. നിയന്ത്രണം സാധ്യമാകുന്നതിന് സഹായിക്കും. പ്ലാനിംഗ് പ്രൊവൈഡ് ദി ബേസിസ് ഫോർ കൺട്രോൾ. നമ്മുടെ സ്ഥാപനത്തിന് നിയന്ത്രണം നടപ്പാക്കുന്നതിനുള്ള ഒരു ബേസിസ് ആണ് എന്ത്? പ്ലാനിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എൻകറേജ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. പ്ലാനിംഗ് എൻകറേജ് ഇന്നോവേറ്റീവ് ക്രിയേറ്റീവ് തിങ്കിങ് എമംഗ് മാനേജറിന്റെ ഇടയിൽ നമുക്ക് ഇന്നോവേറ്റീവായ പുതുമയുള്ള രീതിയിൽ ചിന്തിക്കുന്നതിനും പുതുമ വരുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്ന ആരാണ്? പ്ലാനിംഗ് ആണ്. നെക്സ്റ്റ്, ഇംപ്രൂവ് മോട്ടിവേഷൻ. പ്ലാനിംഗ് ഇംപ്രൂവ് മോട്ടിവേഷൻ. നമുക്ക് പ്ലാനിങ്ങിലൂടെ ഒരുപാട് പ്രചോദനം കിട്ടുന്ന പറയണേ. മൊറേൽ ഓഫ് എംപ്ലോയിയുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്ന പറയണേ. ബൈ പ്രൊവൈഡിങ് ടാർഗറ്റ് പെർഫോമൻസ്. അതായത് ഒരു പ്ലാനിങ്ങിലൂടെ നമുക്കൊരു ടാർഗറ്റ് പെർഫോമൻസ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഈ ടാർഗറ്റ് പെർഫോമൻസ് എംപ്ലോയിക്ക് നൽകുമ്പോൾ എംപ്ലോയിക്ക് അതൊരു പ്രചോദനമാണ്. എംപ്ലോയിയുടെ മൊറേൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് ഇത് സഹായിക്കും. നെക്സ്റ്റ് വൺ എന്താ? ഇംപ്രൂവ് കോമ്പറ്റിറ്റീവ് സ്ട്രെങ്ത്. പ്ലാനിംഗ് ഇൻവോൾവ് എക്സ്പാൻഷൻ ഓഫ് കപ്പാസിറ്റി. നമ്മുടെ സ്ഥാപനത്തിന്റെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യണോ, അതുവഴി നമ്മുടെ വർക്ക് മെത്തേഡിൽ മാറ്റം വരുത്തണോ, ക്വാളിറ്റിയിൽ മാറ്റം വരുത്തണോ, ഇതെല്ലാം തീരുമാനിക്കുന്ന ഏതിലൂടെയാണ്? പ്ലാനിങ്ങിലൂടെയാണ്. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് എഫിഷ്യൻസി ആൻഡ് എക്കോണമി ഇൻ ഓപ്പറേഷൻ. നമ്മുടെ പ്രവർത്തനത്തിൽ ചിലവ് കുറയ്ക്കുന്നതിന്, കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് പ്ലാനിംഗ് സഹായിക്കും. പ്ലാനിംഗ് എൻഷുവർ ഒപ്റ്റിമൽ യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ഉള്ള റിസോഴ്സ് കൊണ്ട് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് പ്ലാനിംഗ് സഹായിക്കും. അതായത് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് കോസ്റ്റ്, ചിലവ് കുറയ്ക്കുക. അതുപോലെ എക്കോണമി, പരമാവധി ചിലവ് കുറച്ച്, അതുപോലെ നമ്മുടെ ഏറ്റവും കാര്യക്ഷമതയോടുകൂടിയ മെത്തേഡ് ഉപയോഗിച്ച് വർക്ക് നടപ്പാക്കുന്നതിനെല്ലാം പ്ലാനിംഗ് സഹായിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പർപ്പസ് ഓഫ് പ്ലാനിംഗ് ആണ്. എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട പർപ്പസ്? എന്തൊക്കെയാന്ന് നോക്കിയേ. ടു സെറ്റ് അപ്പ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ലക്ഷ്യം തീരുമാനിക്കുന്നത് ഏതിലൂടെയാ? പ്ലാനിങ്ങിലൂടെയാണ്. ഉള്ള റിസോഴ്സസെ ശരിയായ രീതിയിൽ അലോക്കേറ്റ് ചെയ്യുന്നത് ഏതിലൂടെയാ? പ്ലാനിങ്ങിലൂടെയാണ്. പ്രോപ്പർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ടു അച്ചീവ് ദം.
അത് അച്ചീവ് ചെയ്യുന്നതിന് ടു എൻഷുർ പ്രോപ്പർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ടു അച്ചീവ് ദം. നെക്സ്റ്റ് ടു പ്രൊവൈഡ് ഫ്യൂച്ചർ അൺസർട്ടനിറ്റി, ഭാവിയിലെ അനിശ്ചിതത്വം മാറ്റുന്നതിന് പ്ലാനിംഗ് സഹായിക്കും. ടു സെക്യൂർ എക്കോണമി ഇൻ ഓപ്പറേഷൻ, പ്രവർത്തന ചിലവ് കുറയ്ക്കുന്നതിന് പ്ലാനിംഗ് സഹായിക്കും. ടു എൻഷുർ ബിസിനസ് സ്റ്റെബിലിറ്റി, ബിസിനസ്സിന് ഒരു സ്ഥിരത കൈവരുത്തുന്നതിന് പ്ലാനിംഗ് സഹായിക്കും. അതുപോലെ സഹകരണം വളരെ എളുപ്പത്തിലാക്കുന്നതിന് പ്ലാനിംഗ് സഹായിക്കും. സ്ഥാപനത്തിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് പ്ലാനിംഗ് സഹായിക്കും. അതുപോലെ തന്നെ ആവർത്തനം ഒഴിവാക്കുന്നതിന്, നമ്മുടെ ബിസിനസ് പ്രവർത്തനങ്ങളിലുള്ള ആവർത്തനം ഒഴിവാക്കുന്നതിന്, അവോയ്ഡ് റെപ്യൂട്ടേഷൻ ഇൻ സർട്ടൈൻ ബിസിനസ് ഓപ്പറേഷൻ, അത് സഹായിക്കും. ടു അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് എഫേർട്ട് ആൻഡ് റിസോഴ്സസ്, നമ്മുടെ പ്രയത്നം, നമ്മുടെ റിസോഴ്സ് ഇവ വേസ്റ്റ് ആക്കുന്നത് ഒഴിവാക്കുന്നതിന് ഇത് സഹായിക്കും. ടു എൻഷുർ പ്രോപ്പർ യൂസ് ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്, മനുഷ്യ വിഭവങ്ങളെ, മെറ്റീരിയൽ റിസോഴ്സസിനെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് പ്ലാനിംഗ് സഹായിക്കും. ടു ബ്രിങ് അബൌട്ട് യൂണിഫോമിറ്റി ഇൻ മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയർ, അതായത് ടു ബ്രിങ് അബൌട്ട് യൂണിഫോമിറ്റി ഇൻ മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയർ, അതായത് നമ്മുടെ പ്രൊസീജിയറിലും മെത്തേഡ്സിലും എല്ലാം ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പ്ലാനിംഗ് സഹായിക്കും. നെക്സ്റ്റ് വൺ എന്താണ്? ടു ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, നല്ലൊരു തീരുമാനം എടുക്കുന്നതിന് പ്ലാനിംഗ് സഹായിക്കും. നെക്സ്റ്റ് ഹെഡിങ് എന്താണ്? പ്ലാനിംഗ് പ്രോസസ്. നമുക്കറിയാം പ്ലാനിങ്ങിന്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണ്, എന്തെല്ലാമാണ് ഇതിൽ വരുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താ? അവയർനെസ് ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളെ കുറിച്ച് ബോധവാനാകുക. ഇറ്റ് മീൻസ് ദാറ്റ് ബിഫോർ സ്റ്റാർട്ടിങ് വിത്ത് ആക്ച്വൽ പ്ലാനിങ്, നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ വൺ മസ്റ്റ് ബി അവെയർ ഓഫ് ഓപ്പർച്യൂണിറ്റി ദാറ്റ് എക്സിസ്റ്റ്, നിലവിലുള്ള അവസരങ്ങളെ കുറിച്ച് അവൻ ബോധവാനായിരിക്കണം. അപ്പൊ അവയർനെസ് ഓഫ് ഓപ്പർച്യൂണിറ്റി. നെക്സ്റ്റ് വൺ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. അപ്പൊ നമ്മുടെ അവസരങ്ങളെ കുറിച്ച് ബോധവാനായാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്തെന്ന് നമ്മൾ തീരുമാനിക്കുക. ദീസ് ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ പാറ്റേൺ ഓഫ് പ്രൊപ്പോസ്ഡ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മുടെ ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലേക്കുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് അറേഞ്ച് ചെയ്യാം. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് വേണ്ടതെന്ന് പ്ലാൻ ചെയ്യാൻ സഹായിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്ലാനിംഗ് പ്രമിസസ്. പ്ലാനിങ് ഈസ് ഡൺ ഫോർ ഫ്യൂച്ചർ വിച്ച് ഈസ് അൺസർട്ടൈൻ. അതായത് നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത് ഭാവിയിലേക്കാണ്, അത് മൊത്തം അനിശ്ചിതത്വമാണ് അല്ലേ. Therefore, certain assumptions are made about future environment. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഭാവിയെക്കുറിച്ച് നമ്മൾ ഒരു സങ്കല്പിക്കേണ്ടത് ആവശ്യമാണ്. ചില സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാൻ ചെയ്യുന്നത്. These assumptions are known as planning premises. Okay, അതായത് ഭാവി എന്ന് പറയുന്നത് full of uncertain. അപ്പോൾ ഭാവിയിലേക്ക് തീരുമാനമെടുക്കുന്നത് ചില സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ അസംഷൻസിനെ പറയുന്നത് എന്താണ്? പ്ലാനിംഗ് പ്രെമിസസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? ഡെവലപ്പിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇറ്റ് മീൻസ് ഫൈൻഡിങ് ഔട്ട് ആൻഡ് എക്സാമിനിങ് ഓൾ അവൈലബിൾ ഓൾട്ടർനേറ്റീവ്സ്. വ്യത്യസ്തങ്ങളായ അവസരങ്ങളെ കണ്ടെത്തുകയും ആ ഓരോ അവസരങ്ങളും വിലയിരുത്തുകയുമാണ് ഇതിലൂടെ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ എന്താണ്? ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ ഇപ്രകാരം കണ്ടെത്തിയ ഓരോ ചോയ്സ് ഉണ്ടല്ലോ, അതിനെ വിശകലനം ചെയ്യുക. അപ്പോൾ ഇവാലുവേറ്റിംഗ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് ഇൻ ദി ലൈറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രൊമിസസ്. ലക്ഷ്യത്തിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ ഓരോ ഓൾട്ടർനേറ്റീവിനെയും വിശകലനം ചെയ്യുക. അതിനുവേണ്ടി നമ്പർ ഓഫ് മെത്തേഡ്സ്, ധാരാളം മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്പർ ഓഫ് മെത്തേഡ് ഹൗ ടു ബി ഡെവലപ്ഡ് ടു ഇവാലുവേറ്റ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. ധാരാളം രീതികളുടെ സഹായത്താൽ നമുക്ക് ഓരോ ഓൾട്ടർനേറ്റീവ്സിനെയും നമുക്ക് വിശകലനം ചെയ്യാൻ സഹായിക്കും. നെക്സ്റ്റ് വൺ എന്താണ്? ഓരോ ഓൾട്ടർനേറ്റീവ്സും വിശകലനം ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യുക. ഇറ്റ് ഇൻക്ലൂഡ് സെലക്ഷൻ ഓഫ് മോസ്റ്റ് സ്യൂട്ടബിൾ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനെ സെലക്ട് ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിഷൻ മേക്കിംഗ് ആണ്. അടുത്ത സ്റ്റെപ്പ് ഫോർമുലേഷൻ ഓഫ് ഡെറിവേറ്റീവ് പ്ലാൻസ്. അതായത് ഒരു ബേസിക് പ്ലാൻ തീരുമാനം കഴിഞ്ഞാൽ അടുത്തതായി അതുമായി അനുബന്ധ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ്. സബ് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിറ്റർമിനേഷൻ ഓഫ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റി. ആഫ്റ്റർ ഫോർമുലേറ്റിംഗ് ബേസിക് ആൻഡ് ഡെറിവേറ്റീവ് പ്ലാൻസ്, നമ്മൾ ബേസിക് പ്ലാൻ ഡിറ്റർമിൻ ചെയ്തു, ഡെറിവേറ്റീവ് പ്ലാൻ ഡിറ്റർമിൻ ചെയ്താൽ
അടുത്തത് എന്താണ്, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. സീക്വൻസ് ഓഫ് ആക്ടിവിറ്റി ഷുഡ് ബി ഡിറ്റർമിൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, എക്സിക്യൂഷൻ ഓഫ് പ്ലാൻസ്. വൺസ് എ പ്ലാൻ ഈസ് മെയ്ഡ് ഔട്ട്, ഒരിക്കൽ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു ബി ഇംപ്ലിമെന്റഡ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്, അത് നടപ്പാക്കുക. ഹെൻസ് ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ദി പ്രോസസ് ഓഫ് പ്ലാനിങ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്ലാനിങ്ങിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇവാലുവേഷൻ ഓഫ് ദി പ്ലാൻ. നമ്മുടെ ഈ പ്ലാൻ ഒന്ന് വിശകലനം ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി പ്രോസസ് ഓഫ് പ്ലാനിങ്. ഫോളോ അപ്പ് മെഷേഴ്സ് ഷുഡ് ബി പ്രൊവൈഡഡ്. ഫോളോ അപ്പ് നടത്തുക. ഇറ്റ് ഹെൽപ്സ് ടു അഡോപ്റ്റ് കറക്റ്റീവ് മെഷേഴ്സ്. ഇതെന്തിനു സഹായിക്കുന്ന പറയണേ, തക്കതായ നടപടി എടുക്കുന്നതിന് സഹായിക്കും. കറക്റ്റീവ് മെഷേഴ്സ് ആണ് എന്ത്, ഇവാലുവേഷൻ ഓഫ് പ്ലാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പ്രോസസ്സ്? എല്ലാവർക്കും മനസ്സിലായോ? നെക്സ്റ്റ് ഹെഡിങ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ്. എന്തിനാണ് പ്ലാൻ ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ ലക്ഷ്യം? ടു മാനേജ് ബൈ ഒബ്ജക്റ്റീവ്സ്. ലക്ഷ്യത്തിന്റെ സഹായത്താൽ മാനേജ് ചെയ്യുക. ഭാവിയിലെ അനിശ്ചിതത്വം നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നതിന് ഇത് സഹായിക്കും. അതുപോലെ ഭാവിയിൽ ചിലവ് കുറയ്ക്കുന്നതിനും നിയന്ത്രണം നടപ്പാക്കുന്നതിനും നമ്മുടെ സ്ഥാപനത്തിൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നതിന് സഹകരണം ഉളവാക്കുന്നതിനും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഗുണനിലവാരം പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നമ്മുടെ പ്ലാനിങ് സഹായിക്കും. അതുപോലെ തന്നെ ആവർത്തനം ഒഴിവാക്കുക. അതുപോലെ എഫേർട്ട് ആൻഡ് റിസോഴ്സസ് വേസ്റ്റേജ് എഫേർട്ടിലും റിസോഴ്സസിലും ഉണ്ടാകുന്ന വേസ്റ്റേജ് ഒഴിവാക്കുന്നതിനും അതുപോലെ ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് അതുപോലെ നമ്മുടെ മെത്തേഡ്സിലും പ്രൊസീജിയറിലും യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിനും നമ്മുടെ പ്ലാൻ ആവശ്യമാണ്. ഇതെല്ലാം പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യമാണ്. നെക്സ്റ്റ് ഹെഡിങ് എന്താണ്, പ്ലാനിങ് പ്രെമിസസ്. എന്താണ് പ്ലാനിങ് പ്രെമിസസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞു അസംഷൻസ് ആണ്. അസംഷൻ, മാനേജറിയൽ പ്ലാൻസ് ആർ ബേസ്ഡ് ഓൺ അസംഷൻസ് അബൌട്ട് ദി ഫ്യൂച്ചർ. ഭാവിയിലേക്ക് നമ്മൾ തീരുമാനമെടുക്കുന്നത് ചില സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ദീസ് അസംഷൻ ഷുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ മിയർ ഗസ് വർക്ക്. ഇത് വെറുതെ ഒരു ഗസ് വർക്ക് അല്ല, ഇൻഡ്യൂഷൻ തോന്നലല്ല. ദേ ഷുഡ് ബി ഡെവലപ്ഡ് ബൈ സയന്റിഫിക് ഫോർകാസ്റ്റിംഗ് ഓഫ് ഫ്യൂച്ചർ ഇവന്റ്സ്. ശാസ്ത്രീയപരമായ രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ദീസ് ബേസിക് അസംഷൻസ് ആർ നോൺ ആസ് പ്ലാനിങ് പ്രെമിസസ്. ഈ സങ്കല്പങ്ങളെ നമുക്ക് പ്ലാനിങ് പ്രെമിസസ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ എന്താണ് പ്ലാനിങ് പ്രെമിസസ്? സം അസംഷൻസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാനിങ് പ്രെമിസസ്. എന്തെല്ലാമാണ് പ്ലാനിങ് പ്രെമിസസിനെ തരംതിരിച്ചിരിക്കുന്നത്? എക്സ്റ്റേണൽ എന്നും ഇന്റേണൽ പ്രെമിസസ് എന്നും തരംതിരിക്കാം. എക്സ്റ്റേണൽ പ്രെമിസസ് ആർ ദോസ് ഫാക്ടർ വിച്ച് ലൈ ഔട്ട്സൈഡ് ദി ഫേം. നമ്മുടെ സ്ഥാപനത്തിന് പുറമേയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ അതിനെ എക്സ്റ്റേണൽ പ്രെമിസസ് എന്ന് പറയാം. ഇത് തന്നെ ദീസ് ആർ 3 ടൈപ്സ്. അതായത് ബിസിനസ്, ജനറൽ ബിസിനസ് എൻവയോൺമെന്റ്, പ്രൊഡക്റ്റ് മാർക്കറ്റ്, ഫാക്ടർ മാർക്കറ്റ് എക്സെട്ര. അതായത് ഇന്റേണൽ പ്രെമിസസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന് അകത്താണ് വരുന്നത്, മറ്റേത് പുറമേയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇനി നമ്മുടെ ഇന്റേണൽ പ്രെമിസസിൽ വരുന്നത് നമ്മുടെ സെയിൽസ് ഫോർകാസ്റ്റ്, അതുവഴി മാനേജ്മെന്റ് സ്റ്റാഫിന്റെ കഴിവ്, അതുവഴി ലേബർ ഫോഴ്സിന്റെ കഴിവ് തുടങ്ങിയവയെല്ലാമാണ് ഇന്റേണൽ പ്രെമിസസിൽ വരുന്നത്. മനസ്സിലായോ? എക്സ്റ്റേണൽ എന്നും ഇന്റേണൽ എന്നും രണ്ടായി തരംതിരിക്കാം. എക്സ്റ്റേണൽ പുറമേയുള്ള കാര്യങ്ങളാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ അത് എക്സ്റ്റേണൽ പ്രെമിസസ്. സ്ഥാപനത്തിനകത്തുള്ള കണ്ടീഷനാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഇന്റേണൽ പ്രെമിസസ് എന്ന് പറയാം. നെക്സ്റ്റ്, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ പ്രെമിസസ്. എന്താണ് ടാഞ്ചിബിൾ പ്രെമിസസ്? റെഫേഴ്സ് ടു ദോസ് ഫാക്ടർ വിച്ച് ക്യാൻ ബി ക്വാണ്ടിഫൈഡ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനെ കാണാൻ സാധിക്കും, അല്ലേ? മണി, ടൈം, യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദനത്തിന്റെ എണ്ണം, ഇവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇൻടാഞ്ചിബിൾ പ്രെമിസസ് എന്ന് പറയുന്നത് നമുക്ക് ക്വാളിറ്റേറ്റീവ് ഫാക്ടറാണ്, ക്വാണ്ടിറ്റേറ്റീവ് അല്ല. ക്വാണ്ടിഫൈഡ് ആണ്, നമുക്ക് അളവുപരമായി കാണാൻ സാധിക്കും. പക്ഷെ ഇതെന്താണ്? ക്വാളിറ്റേറ്റീവ് ഫാക്ടറാണ്. പബ്ലിക് റിലേഷൻ, അതൊരു ഫേമിന്റെ ഗുഡ് വില്ല്, ഇതൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതെന്താണ്? ഇൻടാഞ്ചിബിൾ പ്രെമിസസ് ആണെന്ന് പറയാം. നെക്സ്റ്റ് വൺ, കൺട്രോളബിൾ, അൺകൺട്രോളബിൾ, സെമി കൺട്രോളബിൾ പ്രെമിസസ്. പ്രെമിസസ് വിച്ച് ആർ എൻറ്റയർലി വിതിൻ ദി കൺട്രോൾ ഓഫ് മാനേജ്മെന്റ്. ഈ പ്രെമിസസ് നമ്മുടെ സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിൽ വരുന്നതാണെങ്കിൽ, നമ്മുടെ സ്ഥാപനത്തിനകത്ത് നിയന്ത്രണത്തിൽ വരുന്നതാണെങ്കിൽ അതിനെ കൺട്രോളബിൾ പ്രെമിസസ് എന്ന് പറയാം.
ദീസ് ഇൻക്ലൂഡ് പോളിസി, റൂൾസ്, പ്രോഗ്രാം ഓഫ് എന്റർപ്രൈസ്. നമ്മുടെ സ്ഥാപനത്തിന്റെ നയങ്ങൾ, നമ്മുടെ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ, പ്രോഗ്രാം, ഇതെല്ലാം ഏതിൽ പെടുന്നതാണ്? നിയന്ത്രണ വിധേയമാണ്. അൺകൺട്രോളബിൾ premises refers to those premises over which an enterprise has absolutely no control. നമ്മുടെ സ്ഥാപനത്തിന് യാതൊരു നിയന്ത്രണവും നടത്താൻ പറ്റാതെ വരുന്ന premises ആണ് അൺകൺട്രോളബിൾ premises എന്ന് പറയുന്നത്. നാച്ചുറൽ കലാമിറ്റി, പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ സപ്ലൈ പൊസിഷൻ ഇൻ ദി ഇൻഡസ്ട്രി, വ്യവസായത്തിലുള്ള വിതരണം, നമ്മുടെ വിതരണം ചെയ്യാനുള്ള സ്ഥാനം, ഇതൊന്നും നമുക്ക് തീരുമാനിക്കാൻ സാധ്യമാണോ? അല്ല. ഇവയെല്ലാം എന്താണ്? അൺകൺട്രോളബിൾ premises ആണെന്ന് പറയാം. നെക്സ്റ്റ് വൺ എന്താണ്? സെമി കൺട്രോളബിൾ premises. എന്നാൽ എന്താണ്? അതായത് ദോസ് premises വിച്ച് മാനേജ്മെന്റ് ഹാസ് എ പാർഷ്യൽ കൺട്രോൾ. മാനേജ്മെന്റിന് പകുതിയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുള്ളൂ. യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻ, സപ്ലൈ പൊസിഷൻ ഇൻ ദി ഇൻഡസ്ട്രി, ഇതെല്ലാം പകുതിയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അതിനെ സെമി കൺട്രോളബിൾ premises എന്ന് പറയാം. നെക്സ്റ്റ് ഹെഡിങ് ടൈപ്സ് ഓഫ് പ്ലാനിംഗ് ആണ്. പലതരം പ്ലാനിങ്ങുകളുണ്ട്. എന്തൊക്കെയാണ്? കോർപ്പറേറ്റ് ആൻഡ് ഫങ്ഷണൽ പ്ലാനിംഗ്. എന്താ കോർപ്പറേറ്റ് ആൻഡ് ഫങ്ഷണൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ? ഓൺ ദി ബേസിസ് ഓഫ് കവറേജ് ആക്ടിവിറ്റി ദയർ മേ ബി കോർപ്പറേറ്റ് പ്ലാനിങ്ങും ഫങ്ഷണൽ പ്ലാനിങ്ങും ഉണ്ട്. കോർപ്പറേറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി അറ്റ് ദി ടോപ്പ് ലെവൽ വിച്ച് കവർ എൻറ്റയർ ഓർഗനൈസേഷൻ ആക്ടിവിറ്റി. നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കവർ ചെയ്ത് ടോപ്പ് ലെവലിൽ എടുക്കുന്ന തീരുമാനമാണ് കോർപ്പറേറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇവിടെ തീരുമാനിക്കുന്നത് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി എന്റർപ്രൈസ്, നമ്മുടെ സ്ഥാപനത്തിന്റെ ദീർഘകാല ലക്ഷ്യമാണ് ഇവിടെ തീരുമാനിക്കുന്നത്. ടു ജനറേറ്റ് പ്ലാൻസ് ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ്, ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനുള്ള തീരുമാനമാണ് കോർപ്പറേറ്റ് പ്ലാനിങ്ങിൽ എടുക്കുന്നത്. മനസ്സിലായോ? കോർപ്പറേറ്റ് പ്ലാനിങ് എടുക്കുന്നത് ടോപ്പ് ലെവലിലാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ പ്ലാൻസ് ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ മൊത്തം പ്രവർത്തനത്തെ കവർ ചെയ്യുന്ന പ്ലാനാണ് കോർപ്പറേറ്റ് പ്ലാനിംഗ്. നെക്സ്റ്റ്, ഫങ്ഷണൽ പ്ലാനിംഗ് ഈസ് വൺ വിച്ച് ഈസ് അണ്ടർടേക്കൺ ഫോർ ഈച്ച് മേജർ ഫങ്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. നമ്മുടെ സ്ഥാപനത്തിലെ ഓരോ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്ലാനിംഗ് ആണ് ഫങ്ഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ പ്ലാനിംഗ്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, അങ്ങനെ ഓരോ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണിത്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം കോർപ്പറേറ്റ് പ്ലാനിംഗ്. കോർപ്പറേറ്റ് പ്ലാനിംഗിൽ നിന്നാണ് ഇത് ആർജിച്ചെടുത്തിട്ടുള്ളത്. വിച്ച് ഷാൾ കോൺട്രിബ്യൂട്ട് ടു ദി ലേറ്റർ. എന്നിട്ട് ഓരോരോ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട പ്ലാനാണ് ഏത്? ഫങ്ഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹെഡിങ് സ്ട്രാറ്റജിക് ആൻഡ് ഓപ്പറേഷണൽ പ്ലാനിംഗ്. എന്താണ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് ഇറ്റ് ഈസ് ലോങ് ടേം ഡയറക്ഷൻ ഓഫ് ഓർഗനൈസേഷൻ ഇൻ വിച്ച് ഇറ്റ് വാണ്ട്സ് ദി പ്രൊസീഡ് ഇൻ ഫ്യൂച്ചർ. അതായത് ദീർഘകാലത്തേക്കുള്ള ഒന്നാണ്. ഇറ്റ് ഇൻവോൾവ് ദി അനാലിസിസ് ഓഫ് വേരിയസ് എൻവയോൺമെന്റൽ ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദി ഓർഗനൈസേഷൻ. നമ്മുടെ സ്ഥാപനത്തിനെ സ്വാധീനിക്കുന്ന ചുറ്റുപാടുമുള്ള എല്ലാ ഘടകങ്ങളെയും പരിഗണിച്ചാണ് നമ്മൾ ഈ തീരുമാനം എടുക്കുന്നത്. ദീർഘകാലത്തേക്കുള്ള ഒരു പ്ലാനിംഗ് ആണ് ഇത് സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഓപ്പറേഷണൽ പ്ലാനിംഗ് യൂഷ്വലി കവർ 1 ഇയർ. ഒരു വർഷം മാത്രമേ ഇത് കവർ ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് നോൺ ആസ് ടാക്ടിക്കൽ ഓർ ഷോർട്ട് ടൈം പ്ലാനിംഗ്. ഇതിനെ നമുക്ക് ടാക്ടിക്കൽ ഓർ ഷോർട്ട് ടൈം പ്ലാനിംഗ് എന്ന് പറയാം. അപ്പോൾ ഇത് എവിടെ നിന്നാണ് എടുക്കുന്നത്? സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ നിന്നാണ് എടുക്കുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? ലോങ് ടേം ആൻഡ് ഷോർട്ട് ടൈം പ്ലാനിങ്. ലോങ് ടേം പ്ലാനിങ് എന്ന് പറയുമ്പോൾ കാലയളവ് മോർ ദാൻ 1 ഇയർ അല്ലേ? അപ്പോൾ എത്ര വരെ വരാം? 20 വർഷം വരെ ആവാം. ചില കാലയളവിൽ ലോങ് ടേം പ്ലാനിങ് എന്ന് പറയുന്നത് 3 to 5 ഇയർ ആയിരിക്കാം. ഇനി ഷോർട്ട് ടൈം പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതിനെ ടാക്ടിക്കൽ പ്ലാനിങ് എന്ന് പറയാം. ഇറ്റ് യൂഷ്വലി കവർ 1 ഇയർ. It contributed to the long-term plan as well as to the objectives of the organization. അതായത് ദീർഘകാല പ്ലാൻസ് നടപ്പാക്കുന്നതിനാണ് ഈ ഷോർട്ട് ടൈം പ്ലാനിങ് നമ്മൾ നടപ്പാക്കുന്നത്. ഇത് ടാക്ടിക്കൽ പ്ലാനിങ് എന്ന് പറയാം. ക്ലിയർ ആയോ? നെക്സ്റ്റ്, പ്രൊആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പ്ലാനിങ്. അതായത് ഇവിടെ ദിസ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാനിങ് ഈസ് ബേസ്ഡ് ഓൺ ഓർഗനൈസേഷൻസ് റെസ്പോൺസ് ടു എൻവയോൺമെന്റൽ ഡൈനമിക്സ്. അതായത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായ രീതിയിലാണ് ഈ പ്ലാനിംഗ് നടപ്പാക്കുന്നത്. പ്രോ ആക്റ്റീവ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈനിങ് സ്യൂട്ടബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ലൈക്ലി ചേഞ്ച് ഇൻ ദി എൻവയോൺമെന്റ്. ഭാവിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ അതിനെ വിചാരിച്ചാണ് നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്നത്. ദീസ് ഓർഗനൈസേഷൻ ഡു നോട്ട് വെയിറ്റ് ഫോർ എൻവയോൺമെന്റ് ടു ചേഞ്ച്. അതായത് ചുറ്റുപാടിൽ മാറ്റം ഉണ്ടാകാൻ സ്ഥാപനം വെയിറ്റ് ചെയ്യുന്നില്ല എന്ന്. They take decision in advance. മുൻകൂട്ടി തന്നെ തീരുമാനമെടുക്കുന്നു.
അപ്പോൾ സക്സസ്ഫുൾ ഓർഗനൈസേഷൻ അഡോപ്റ്റ് പ്രൊആക്റ്റീവ് പ്ലാനിങ്, അതായത് മാറ്റം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കുകയാണ്. പിടികിട്ടിയോ? അപ്പോൾ ആൻറ്റിസിപ്പേഷൻ ഓഫ് ലൈക്ലി ചേഞ്ച് ഇൻ ദി എൻവയോൺമെൻറ്റ്, വരാൻ പോകുന്ന മാറ്റങ്ങളെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നടപ്പാക്കാനാണ് പ്രൊആക്റ്റീവ് പ്ലാനിങ് എടുക്കുന്നത്. എന്നാൽ റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിയാക്റ്റീവ് പ്ലാനിങ് ഈസ് വൺ വെയർ ഓർഗനൈസേഷൻ റെസ്പോണ്ട് കം ആഫ്റ്റർ ദി എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് ടേക്ക് പ്ലേസ്. നമ്മുടെ എൻവയോൺമെൻറ്റിലെ മാറ്റങ്ങൾ നടന്നതിന് ശേഷമാണ് ഇത് എടുക്കുന്നത്. ഹിയർ പ്ലാനിങ് ബിഗിൻ ഓൺലി ആഫ്റ്റർ ചേഞ്ച് ഹാവ് ടേക്ക് പ്ലേസ്. അപ്പോൾ ഇത് മാറ്റങ്ങൾ വന്നതിന് ശേഷം എടുക്കുന്ന തീരുമാനമാണ് റിയാക്റ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ പ്ലാനിങ് ആണ്. ദിസ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ. ഫോർമൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽ സ്ട്രക്ചേർഡ് പ്രോസസ് ഇൻവോൾവിങ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. എന്തെല്ലാമാണ്? ധാരാളം സ്റ്റെപ്പുകളുടെ സഹായത്താൽ ഗ്രാജുവലി ലാർജ് ഓർഗനൈസേഷൻ ഫോളോ ഫോർമൽ പ്ലാനിങ്. ഫോർമൽ പ്ലാനിങ് ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. പ്ലാനിങ് പ്രോസസ് അഡോപ്റ്റഡ് ഹിയർ ഈസ് എ റാഷണൽ, വളരെ യുക്തിപരമായ, സിസ്റ്റമാറ്റിക് ആയ, റെഗുലറായ ഒരു പ്ലാനിങ് ആണെങ്കിൽ അതിനെ ഫോർമൽ പ്ലാനിങ് എന്ന് പറയാം. വെൽ സ്ട്രക്ചേർഡ് പ്രോസസ്സാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഓരോ സ്റ്റെപ്പിനും ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എടുക്കുമ്പോൾ വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഇൻഫോർമൽ പ്ലാനിങ് ഈസ് അണ്ടർടേക്കൺ ബൈ സ്മോൾ ഓർഗനൈസേഷൻ. ഇത് നടപ്പാക്കുന്ന ആരാണ്? സ്മോൾ ഓർഗനൈസേഷൻ ആയിരിക്കും. ദി പ്ലാനിങ് പ്രോസസ് ഈസ് ബേസ്ഡ് ഓൺ മാനേജർ മെമ്മറി ഓഫ് ഇവൻറ്റ്സ്. നമ്മുടെ ഇപ്പോൾ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ഓർമ്മ അതിൻ്റെ അടിസ്ഥാനത്തിലോ ഇൻഡ്യൂഷൻ തോന്നലുകളുടെ അടിസ്ഥാനത്തിലോ മറ്റുമാണ് നമ്മൾ പ്ലാൻ എടുക്കുന്നതെങ്കിൽ അതിനെ ഇൻഫോർമൽ പ്ലാനിങ് എന്ന് പറയാം. നോട്ട് എനി സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ എൻവയോൺമെന്റ്. ചുറ്റുപാടിനെ കുറിച്ച് ശാസ്ത്രീയപരമായി വിശകലനം ചെയ്യാതെയാണ് പ്ലാൻ എടുക്കുന്നതെങ്കിൽ ഇൻഫോർമൽ പ്ലാനിങ് എന്ന് പറയാം. നെക്സ്റ്റ് ഹെഡിങ് ടൈപ്സ് ഓഫ് പ്ലാൻ. പലതരം പ്ലാനുകളുണ്ട്. അതിനെ തന്നെ നമുക്ക് മൾട്ടി യൂസ് പ്ലാൻ എന്നും സിംഗിൾ യൂസ് പ്ലാൻ എന്നും തരംതിരിക്കാം. മൾട്ടി യൂസ് പ്ലാനിൽ ഏതൊക്കെയാണ് വരുന്നത്? ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജീസ്, പോളിസീസ്, പ്രൊസീജിയർ, റൂൾസ്, ഇവയെല്ലാം മൾട്ടി യൂസ് പ്ലാൻസ് ആണ്. സിംഗിൾ യൂസ് പ്ലാൻ ഏതൊക്കെയാണ്? പ്രോഗ്രാം, ബഡ്ജറ്റ്, ഷെഡ്യൂൾസ്, പ്രൊജക്ട്, മെത്തേഡ്, ഇവയെല്ലാം എന്താണ്? സിംഗിൾ യൂസ് പ്ലാൻസ് ആണ്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് പ്ലാനിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഫസ്റ്റ് മൾട്ടി യൂസ് ഓർ സ്റ്റാൻഡിംഗ് പ്ലാൻസിൽ ഫസ്റ്റ് വൺ, ഈ മൾട്ടി യൂസ് ഓർ സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ യൂസ്ഡ് റിപ്പീറ്റഡ്ലി ഇൻ സിമിലർ സിറ്റുവേഷൻ. ഒരേപോലത്തെ അവസരങ്ങളെല്ലാം വരുമ്പോൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന പ്ലാൻസ് ആണ് മൾട്ടി യൂസ് ഓർ സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് പറയുന്നത്. ദേ ആർ ലോങ് ടേം ഇൻ നേച്ചർ. അപ്പോൾ ഇത് ദീർഘകാലമായി നമ്മൾ തീരുമാനിക്കുന്ന ഒന്നാണിത്. അതിലൊന്നാമത്തെ എന്താണ്? ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഒബ്ജക്റ്റീവ്സ്? ഒബ്ജക്റ്റീവ്സ് ആർ എയിം, അല്ലേ? പർപ്പസ് വിച്ച് ആൻ ഓർഗനൈസേഷൻ സെറ്റപ്പ് ആൻഡ് ഓപ്പറേറ്റഡ്. എന്ത് ലക്ഷ്യം വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ അത് പ്രിപ്പയർ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് സ്ഥാപനം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ അതിനെ ലക്ഷ്യം എന്ന് പറയാം. ഒബ്ജക്റ്റീവ്സ് ആർ എയിംസ് ഓർ പർപ്പസ് ഫോർ വിച്ച് ആൻ ഓർഗനൈസേഷൻ സെറ്റപ്പ്. എന്ത് നടപ്പാക്കാനാണ് ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? അതിന് നമുക്ക് ലക്ഷ്യമെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഓർഗനൈസേഷൻ ഹാസ് എ മൾട്ടിപ്പിൾ ആൻഡ് സെവറൽ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ സ്ഥാപനത്തിന് മൾട്ടിപ്പിൾ ആൻഡ് സെവറൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകാം. വൈവിധ്യമാർന്ന ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. പ്രോഫിറ്റ് ആയിരിക്കാം ലക്ഷ്യം, സേവനമായിരിക്കാം, വളർച്ചയായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിന് ഒരു സമയബന്ധിതമായിരിക്കും. ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ആയിരിക്കാം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഹൈറാർക്കി ഫോം ചെയ്യുന്നവരാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഈച്ച് ലോവർ യൂണിറ്റ് കോൺട്രിബ്യൂട്ട് ടു ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് നെക്സ്റ്റ് ഹയർ യൂണിറ്റ്. കീഴ്തലത്തിൽ നിന്ന് ഉന്നത തലം വരെ ഓരോരുത്തരും നമ്മുടെ ലക്ഷ്യം കൈവരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഹൈറാർക്കി എന്ന് പറയാം. ഒബ്ജക്റ്റീവ് ഫോമെ ഹൈറാർക്കി എന്ന് പറയാം. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ടാൻജിബിളും ഉണ്ട്, ഇൻടാൻജിബിളും ഉണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഷോർട്ട് റൺ ആണ്, ലോങ് റൺ ആണ്. ചെറിയ കാലയളവിലേക്കും ദീർഘകാലയളവിലേക്കും ഉണ്ടാകാം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഏതാണ്? സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്നാൽ എന്താണ്? ബ്രോഡ് പ്ലാൻ ഓഫ് ആക്ഷൻ, അതായത് പ്രവർത്തിക്കാനുള്ള ഒരു തന്ത്രമാണ്. ഫോർ ദി യൂസ് ഓഫ് റിസോഴ്സസ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് എന്ത്? സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ടേം ഗൈഡ് ടുവേർഡ്സ് അച്ചീവ്മെന്റ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനുള്ള ദീർഘകാല വഴികാട്ടിയാണ് എന്ത്? സ്ട്രാറ്റജി എന്ന് പറയുന്നത്.
It ensures efficient and effective utilization of organization resources like time, money, talent, etc. നമ്മുടെ സമയം, പണം, ടാലന്റ് തുടങ്ങിയവയെല്ലാം ശരിയാവണ്ണം പ്രയോഗിക്കുന്നതിന് സ്ട്രാറ്റജി നെസസറി. ഇറ്റ് ഹെൽപ്സ് ആൻ ഓർഗനൈസേഷൻ ഫേസിംഗ് ഓൾ എൻവയോൺമെന്റൽ ചേഞ്ച്. നമ്മുടെ ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റങ്ങളെ ഫേസ് ചെയ്യുന്നതിന് സ്ട്രാറ്റജി നെസസറി. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ഫേം സ്ട്രെങ്ത് ടു ഫേസ് കോമ്പറ്റീഷൻ. നമ്മുടെ സ്ഥാപനത്തിന് കോമ്പറ്റീഷനെ ഫേസ് ചെയ്യുന്നതിന് എന്താവശ്യമാണ്? സ്ട്രാറ്റജി നെസസറി. ഇറ്റ് ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ എമംഗ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ദി ഫേം. നമ്മുടെ ഫേമിനെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റിനെ സഹകരിപ്പിക്കുന്നതിന് സ്ട്രാറ്റജി നെസസറി. ഇറ്റ് സിംപ്ലിഫൈ കൺട്രോൾ ബൈ പ്രിസ്ക്രൈബിംഗ് ബ്രോഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ്, നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് പ്രിപ്പയർ ചെയ്താൽ അത് ശരിയാവണ്ണം സിംപ്ലിഫൈ ചെയ്ത് നിയന്ത്രണ വിധേയമാക്കുന്നതിന് സ്ട്രാറ്റജി നെസസറി. ഇറ്റ് സിംപ്ലിഫൈ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്. ഓക്കെ, ഇനി എന്തെല്ലാമാണ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നതിന് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ലക്ഷ്യം തീരുമാനിക്കുക. എൻവയോൺമെന്റിനെ വിശകലനം ചെയ്യുക, ചുറ്റുപാടിനെ കൺസിഡർ ചെയ്യുക. എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, അതിന്റെ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ എന്താണ്, ഭീഷണി എന്തൊക്കെയാണ്, ഇതിനെ കൺസിഡർ ചെയ്യേണ്ടതും ആവശ്യമാണ്. നെക്സ്റ്റ് വൺ, സെൽഫ് അപ്രൈസൽ. ഇറ്റ് ഇൻവോൾവ് അനാലിസിസ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് എന്റർപ്രൈസ്. നമ്മുടെ സ്ഥാപനത്തിന്റെ സ്ട്രെങ്ത്, വീക്ക്നെസ് തുടങ്ങിയവയെ കൺസിഡർ ചെയ്യേണ്ടത് ആവശ്യമാണ്. നെക്സ്റ്റ് വൺ എന്താ? സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഡെവലപ്ഡ് ആൻഡ് ഇവാലുവേറ്റഡ്. വ്യത്യസ്തങ്ങളായ ഓൾട്ടർനേറ്റീവ്സിനെ വികസിപ്പിച്ചെടുത്ത് വിശകലനം ചെയ്യുകയാണ് അടുത്തതായി ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ. As soon as the strategy is formulated, it must be translated into technical and operational plan. നമ്മൾ സ്ട്രാറ്റജി രൂപീകരിച്ചാൽ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ടെക്നിക്കൽ ആൻഡ് ഓപ്പറേഷണൽ പ്ലാൻസ്, പ്രോഗ്രാം, ബഡ്ജറ്റ് എക്സെട്ര ഇതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഹെഡിങ്, പോളിസീസ്. എന്താ പോളിസി എന്ന് പറഞ്ഞാൽ? നയം എന്ന് പറയാം അല്ലേ? പോളിസീസ് ആർ ഗൈഡ് ടു ആക്ഷൻ. പോളിസി എന്താണ്? പ്രവർത്തിക്കാനുള്ള ഒരു വഴികാട്ടിയാണ്. They provide broad guideline as to how the objectives of an organization are to be achieved. നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യം എപ്രകാരം നേടിയെടുക്കാം അതിനുള്ള ഒരു ഗൈഡാണ് എന്ത്? പോളിസി എന്ന് പറയുന്നത്. എന്തെല്ലാമാണ് ഇതിന്റെ പ്രാധാന്യം? പോളിസി ഗീവ് പ്രാക്ടിക്കൽ ഷേപ്പ് ടു ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് ഒരു ഷേപ്പ് നൽകുന്നത് ആരാണ്? പോളിസിയാണ്. അതുപോലെ പോളിസി നെസസറി ഫോർ പ്രൊവൈഡിങ് യൂണിഫോം പാറ്റേൺ ഓഫ് ആക്ഷൻ. നമ്മുടെ പ്രവർത്തനത്തിനൊരു ഏകീകൃതമായ ഒരു പ്രവർത്തനം നടപ്പാക്കുന്നതിന് പോളിസി നെസസറി. നെക്സ്റ്റ്, പോളിസി ഫെസിലിറ്റേറ്റ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അധികാരം കൈമാറ്റം ചെയ്യുന്നതിന്, ലോവർ ലെവൽസിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യുന്നതിന് പോളിസി നെസസറി. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.